കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടു. വളരെ വിശേഷപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ എന്തുകൊണ്ടോ മലയാള മാധ്യമ പ്രവർത്തകർ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അതിൻ്റെ കാരണത്തിലേക്ക് ഞാൻ പിന്നാലെ വരാം. ആദ്യം കേസ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. മുൻ ധനമന്ത്രി പി ചിദംബരത്തിൻ്റെ മകൻ കാർത്തിക്കിനാണ്, അല്ലെങ്കിൽ കാർത്തിക്കിനെതിരെയാണ് ഈ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കൈക്കൂലി വാങ്ങി, കുറ്റകരമായ ഗൂഢാലോചന എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ മേൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റങ്ങൾ. ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വഴിവിട്ട് വിസ വാങ്ങി നൽകി, വിസ സംഘടിപ്പിച്ചു നൽകി, അതിന് 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്നതാണ് പ്രഥമ ദൃഷ്ടിയ FIR-ൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് MP ആണ്. നമ്മുടെ കാർത്തിക്. ഈ കാർത്തിക്കിന് പുറമെ 6 പേര് കൂടി കേസിൽ പ്രതിയാണ്. അവർക്കും കുറ്റപത്രം നൽകിയിട്ടുണ്ട്. പ്രത്യേക ജഡ്ജി ദിഗ്വിനയ് സിംഗ് ആണ് കുറ്റപത്രം നൽകിയത്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. വിരാൾ മേത്ത, അനൂപ് അഗർവാൾ, മൻസൂർ സിദ്ദിഖി, S ഭാസ്കരരാമൻ എന്നിവർക്കും 2 കമ്പനികൾക്കും കുറ്റപത്രം നൽകിയിട്ടുണ്ട്. ചേതൻ ശ്രീവാസ്തവ എന്ന ആളെ കോടതി കേസിൽ നിന്ന് ഒഴിവാക്കി. 250 ചൈനക്കാർക്ക് അനധികൃതമായി വിസ ലഭ്യമാക്കാൻ തൽവണ്ടി സാബോ പവർ ലിമിറ്റഡ് എന്ന കമ്പനി, ബെൽ ടൂൾസ് എന്ന കമ്പനി വഴി കാർത്തിക്കിന് 50 ലക്ഷം രൂപ നൽകി എന്നതാണ് കുറ്റം. ഈ കാർത്തിക്കിന്റെ വലങ്കൈ S ഭാസ്കരരാമൻ വശമാണ് പണം നൽകിയതെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. CBI അന്വേഷിച്ച കേസാണ്. 2024 ഒക്ടോബറിലാണ് CBI കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പി ചിദംബരം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരിക്കെ 2011 ഈ സംഭവം നടന്നതെന്നും CBI പറയുന്നു. ഈ തൽവണ്ടി പവർ കമ്പനിക്ക് സാങ്കേതിക കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഒരു ചൈനീസ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർക്ക് വളഞ്ഞ വഴിയിൽ വിസ നൽകപ്പെട്ടത്. ഇത്തരത്തിൽ വിസ സംഘടിപ്പിച്ചു നൽകിയത് കാർത്തിക്കിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, സ്വാധീനം കൊണ്ടാണ്. അച്ഛൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിരുന്നപ്പോൾ മകൻ ആ ഒരു സൗകര്യം ഉപയോഗിച്ച് അച്ഛന്റെ തണലിൽ നിന്ന് 250 ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് വിസ സംഘടിപ്പിച്ചു നൽകി എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എന്തായാലും ഇതിന്റെ വിചാരണയും മറ്റുമൊക്കെ വൈകാതെ ആരംഭിക്കും എന്ന് നമുക്ക് അറിയാം. ഈ കേന്ദ്ര ധനമന്ത്രിയായിരുന്ന പി ചിദംബരം നിരവധി കേസുകളിൽ പ്രതിയാണ്. ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. ചിദംബരത്തിനെതിരെ വ്യാപകമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വളരെ നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അദ്ദേഹം 2004 ശേഷം ഈ കേന്ദ്ര മന്ത്രിസഭയിലും മറ്റും ഉണ്ടായിരുന്ന സമയത്ത് വലിയ രീതിയിൽ അഴിമതി നടത്തി, അഴിമതിയിലൂടെ വലിയ രീതിയിൽ പണം സമ്പാദിച്ചു എന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 100-നടുത്ത് വിദേശ രാജ്യങ്ങളിൽ ബാങ്ക് അക്കൗണ്ടുകളുള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നും പറയപ്പെടുന്നു. ചിദംബരത്തെ സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രിയായിരുന്ന കാലയളവിൽ അദ്ദേഹം വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു എന്നാണ് ആക്ഷേപവും ആരോപണവും. നമുക്കറിയാം, ED CBI ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ നിരവധി തവണ ചോദ്യം ചെയ്യുകയും ഒരു തവണ വീടിന്റെ മതിൽ ചാടി അകത്ത് ചെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ, അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ അതൊക്കെ ലൈവായിട്ട് സംപ്രേഷണം ചെയ്തതാണ്. അതുപോലെ തന്നെ ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിനെതിരെയും വലിയ ആരോപണങ്ങളാണ് ഉയർന്നത്. അച്ഛനെ പോലെ തന്നെ മകനും നിരവധി അഴിമതി കേസുകളിൽ പെട്ടു എന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വിവരം. എന്തായാലും മോദി സർക്കാർ 2014 വന്നതിന് ശേഷം ഇവർക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം പ്രത്യേകം അന്വേഷിക്കുകയും ED, CBI, ഇൻകം ടാക്സ് അതുപോലെയുള്ള ഏജൻസികൾ സംയുക്തമായും അല്ലാതെയും ഇവർക്കെതിരെയുള്ള പരാതികൾ പരിശോധിക്കുകയും കേസെടുത്ത് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അച്ഛനും മകനും ശരിക്കും ജാമ്യത്തിൽ കഴിയുകയാണ്.
അവർ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ട് ആണ് ഇപ്പോൾ സ്വതന്ത്രരായിട്ട് പുറത്ത് വിഹരിക്കുന്നത്. പക്ഷേ രണ്ടു പേർക്കും എതിരെയുള്ള ഈ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വളരെ ശക്തമാണ്. പല കേസുകളിലും പ്രഥമ ദൃഷ്ടിയ തെളിവുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും കേസ് കോടതിയിൽ വിചാരണ നടക്കട്ടെ, സത്യസന്ധമായ വിചാരണ നടത്തി കുറ്റവാളികളാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ. അല്ലാത്ത പക്ഷം അവരെ നിരപരാധികളാണെന്ന് കണ്ടെത്തിയാൽ അവരെ വെറുതെ വിടട്ടെ. അത് കോടതിയിലിരിക്കുന്ന കാര്യമാണ്. നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസിനെ വലിയ ഒരു തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കാൻ പര്യാപ്തമായ എല്ലാ പ്രവർത്തനങ്ങളും പി ചിദംബരത്തിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നുള്ളത് നിരവധി കോൺഗ്രസ്സുകാരും സമ്മതിക്കുന്നുണ്ട്. കോൺഗ്രസിനുള്ളിലെ ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ്. കോൺഗ്രസിനുള്ളിലെ നിരവധി നേതാക്കൾ ചിദംബരത്തിന്റെ നടപടികളോട് കടുത്ത അതൃപ്തിയുള്ള ആൾക്കാരാണ് എന്നു മാത്രമല്ല, ചിദംബരത്തിനെതിരെ ഏറ്റവും കൂടുതൽ കേസുകളുമായിട്ട് രംഗത്ത് വന്നത് സുബ്രഹ്മണ്യൻ സ്വാമി എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ നമുക്കറിയാം. അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് നിയമം നന്നായിട്ട് അറിയാം. അദ്ദേഹം അതുകൊണ്ട് തന്നെ ഈ ചിദംബരത്തിനെതിരായ കേസുകളിൽ കൃത്യമായ തെളിവുകളുമായിട്ട് രംഗത്ത് വരികയും വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മടങ്ങിപ്പോകുന്ന ഒരു തറ രാഷ്ട്രീയമല്ല സുബ്രഹ്മണ്യം സ്വാമിയുടേത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സുബ്രഹ്മണ്യം സ്വാമി വളരെ കൃത്യമായിട്ട് തെളിവുകളുമായിട്ട് കോടതിയിൽ പോവുകയും കോടതിയിലൂടെ ഈ നിയമ നടപടികൾ നടത്തിയെടുക്കുകയും ചെയ്തു. അതാണ് ചിദംബരത്തിന് ഏറ്റവും കൂടുതൽ കുരുക്കായത്. അപ്പോൾ കേന്ദ്ര സർക്കാർ 2014 ഡോക്ടർ മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വന്നപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറി. അത് ചിദംബരത്തിന് വളരെ പ്രതികൂലമായി മാറി. അദ്ദേഹം തൻ്റെ സ്വാധീനവും ശക്തിയും ഉപയോഗിച്ച് കേസുകളിന്മേൽ ഫയലുകളിന്മേൽ അടയിരിക്കുകയായിരുന്നു. അതൊക്കെ മാറ്റം വരുത്തി, അതിലൊക്കെ മാറ്റം വരുത്തി കൃത്യമായി തെളിവുകളും സാക്ഷികളുമൊക്കെ കോടതിക്ക് മുന്നിലെത്തുകയും ഇതാ ഇപ്പോൾ വളരെ വൈകിയാണെങ്കിലും കേസ് വിചാരണയ്ക്ക് എടുക്കാൻ പോവുകയുമാണ്. ഈ ഒരു കേസ് മാത്രമല്ല, ഇതുപോലെ നിരവധി കേസുകളിൽ ഇവർ രണ്ടുപേരും പെട്ടിട്ടുണ്ട്. അന്വേഷണം മുറുകുന്നു, അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. അത് തടയാൻ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇവർ ശ്രമിച്ചു. അതൊന്നും വിജയിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ കോൺഗ്രസിനെ ഇന്ന് കാണുന്ന ഒരു ദുരിത കയത്തിലേക്ക് തള്ളിവിട്ടത് ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് എന്ന ആരോപണവും ആക്ഷേപവും പോലും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ മകൻ കാർത്തി ചിദംബരത്തിന് ഇത് നല്ല കാലമല്ല. ഈ ഡൽഹിയിലെ റോസ് അവന്യൂ കോടതി ഈ കേസ്, ഇത് പ്രത്യേകിച്ചും ചൈനീസ് പൗരന്മാർക്ക് ഇത്തരത്തിൽ അനധികൃതമായിട്ട് വിസ നൽകുക, അതിന് 50 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം ചൈനയും ഭാരതവുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഏത് തലത്തിലാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഈ കേസ് പരിഗണിക്കാൻ എന്ന് വ്യക്തമാണ്. കോടതി അതിൻ്റെ കൃത്യമായ നടപടികളിലേക്ക് പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം. കുറ്റവാളികൾ ആരാണെങ്കിലും ശരി, എത്ര ഉന്നതരാണെങ്കിലും ശരി, അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കട്ടെ എന്നും നമുക്ക് കരുതാം.